ജാസ്മിനെ എനിക്ക് ഇഷ്ടമാണ്. ജാസ്മിൻ ഇഷ്ടമാണ്. നീ എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞ. ജാസ്മിൻ ഐ ലവ് യു. പ്രേമത്തെ ജാതികരണങ്ങൾ അവിടെ തുടങ്ങുകയായി. തരത്തില്ല തരത്തില്ല തരത്തില്ല. ജാസ്മിൻ ഐ ലവ് യു. എന്താ ഇത്? അച്ഛൻ പോലും ഇത്ര സ്നേഹം കാണിച്ചില്ലേ? ജാസ്മിനെ കാണാൻ വേണ്ടി മാത്രമാണ് TV ഓൺ ചെയ്യുന്നത്. താരാനിപ്പ എന്റെ കയ്യില് വേറെ ഒന്നുമില്ല ഞെട്ടാ. മാലയിട്ട് കാണണം. ജാസ്മിനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബിഗ് ബോസ് ഓൺ ചെയ്യുന്നത്. ജാസ്മിനെ പുറത്താക്കരുത്. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? ജാസ്മിനെ പുറത്താക്കരുത് ഗൈസ്. ജാസ്മിനെ പുറത്താക്ക്. എന്റെ അടുത്ത് ഗൈസ് മനസ്സിലാവുന്നുണ്ട് കേട്ടാ. പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം. ബിഗ് ബോസിലെ ഏറ്റവും മോശം കണ്ടസ്റ്റന്റ് ആരാണ് നമുക്ക് ഇവിടെ ഉള്ളവരോട് ചോദിക്കാം. സെക്രട്ടറി ഏജന്റ് സായിനെ കുറിച്ച് പറയാം. ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ലൻ. ഈ നമ്മൾ കാറിനകത്തിരുന്ന് വർത്താനം പറയുമ്പോ അവന്റെ തല ഇടുത്തി വീഴണേ. അപ്പച്ച അങ്ങനെ പ്രാകരുത്. അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നിഷ്കളങ്കനായിട്ട് പാവത്താനെ പോലെ ഇരിക്കുന്നു ഗൈസ്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? എല്ലാ ഫ്രെയിമിലും സായി ഉണ്ടാവും. അത് ഫ്രെയിമിൽ കയറാൻ വേണ്ടിയിട്ടാണെന്നറിയാൻ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. രോഗം പഠിച്ച അവസ്ഥയിലാണ് സായി നിൽക്കുന്നത്. എത്ര കാലം ഇനി സായി ബിഗ് ബോസിൽ ഉണ്ടാവും എന്നറിയില്ല. വെറുപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. പൊക്കോളാൻ ചിലപ്പോ ഔട്ടായി പോകണ്ടാണ്. പക്ഷെ എന്തോ ബിഗ് ബോസ് സായിക്ക് വെച്ച് മാർക്കറ്റിംഗ് ഉള്ളതുകൊണ്ട് ഫ്രെയിമിൽ നിന്നാലും പിടിച്ച് നിൽക്കുന്നുണ്ട്. നാണം കെടുത്താനായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഞാൻ പോകുന്നു. ബൈ ബൈ.